നമസ്കാരം. കണ്ടുമറയുന്ന ഓരോ കാഴ്ചകളും ഓർമ്മ പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. വാർത്താജാലകങ്ങളിൽ ബാക്കിയാവുന്ന വാസ്തവങ്ങളുമായി ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറം തുടങ്ങുന്നു. അപ്രതീക്ഷിതമായ ദുരന്തം ഒരു യുവാവിന് നൽകിയ തീരാവേദനയാണ് കാഴ്ചയ്ക്കപ്പുറം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തൊഴിലിനിടെ ഉണ്ടായ അപകടം കണ്ണൂർ പാൽച്ചുരം സ്വദേശി ശ്രീരാജിൻ്റെ സ്വപ്നങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. അരയ്ക്ക് താഴെ തളർന്നുപോയ ഈ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഒരു ക്ഷണനേരത്ത് ആകസ്മികമായി ഉണ്ടാകുന്ന ചില അപകടങ്ങൾ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് മനുഷ്യജീവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അത്തരമൊരു ദുരന്തമാണ് കൊട്ടിയൂർ പാൽച്ചുരം കോളനിയിലെ അംബികയുടെ മകൻ ശ്രീരാജിനുണ്ടായിരിക്കുന്നത്. ശ്രീരാജിനിപ്പോൾ 24 വയസ്സ് മാത്രമാണ് പ്രായം. തന്റെ സമപ്രായക്കാർ ഓടി നടക്കുമ്പോൾ ശ്രീരാജിന് അതൊരു സ്വപ്നം മാത്രമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ ഭാരം വഹിക്കേണ്ടി വന്ന ശ്രീരാജിന് 17 വയസ്സുള്ളപ്പോൾ തൊഴിലിനിടെയുണ്ടായ അപകടമാണ് തിരിച്ചടിയായത്. അമ്മയ്ക്കും സഹോദരനും വേണ്ടി അധ്വാനിക്കുന്നതിനിടെ കമുകിന്റെ മുകളിൽ നിന്നുണ്ടായ വീഴ്ചയാണ് ശ്രീരാജിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത്. സ്വന്തം വിദ്യാഭ്യാസത്തിനൊപ്പം ഉപജീവന മാർഗമെന്ന നിലയിൽ തൊഴിൽ ചെയ്തിരുന്ന ശ്രീരാജ് അപകടത്തിന് ശേഷം എഴുന്നേൽക്കാൻ പോലുമാകാതെ കിടപ്പിലാവുകയായിരുന്നു. വീഴ്ചയിൽ ശ്രീരാജിന്റെ നട്ടെല്ല് തകരുകയും ശരീരത്തിലെ പ്രധാന നാഡീഞരമ്പുകൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു. ഇവൻ കമുകിൽ അടയ്ക്ക പറിക്കാൻ വേണ്ടി പോയതാണ്. 2006 ഒക്ടോബർ 27 പോയതാണ്. കമുകുന്ന് വീണ് നട്ടെല്ല് പൊട്ടി, നട്ടെല്ല് വഴിയുള്ള ഒരു ഞരമ്പ് പൊട്ടി. അവിടെ പൈപ്പിട്ടേക്കുവാണ്. മൂത്രമൊന്നും ഇപ്പോൾ തന്നെ പോകില്ല, ട്യൂബിട്ടാണ് ഇപ്പോഴും എടുക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, മാനന്തവാടി, ദ്വാരക, അല്ലാതെ പിന്നെ കുറേ നാട്ടു ചികിത്സയും ഈ കോട്ടയത്തെ ചികിത്സയൊക്കെ കുറേ ചെയ്തു. ഇതുവരെ മൂത്രം പോകുന്നില്ല, അവൻ നടക്കുന്നുമില്ല. ആരൊക്കെ താഴോട്ട് തളർന്നു പോയി. ഇപ്പോൾ ഒന്നുമില്ല. കുറച്ചൊക്കെ ആൾക്കാർ അന്ന് സഹായിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കടവും ധനമൊക്കെ മേടിച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് കടമൊക്കെ ഉണ്ട്. കഴിഞ്ഞ 7 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലും സ്വന്തം വീട്ടിലും ശ്രീരാജിന് ചികിത്സ തുടരുകയാണ്. സഹോദരനും അമ്മയും അധ്വാനിച്ചാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. അമ്മയുടെ പ്രാർത്ഥനയും ചികിത്സയുടെയും ഫലമായി ശ്രീരാജിനിപ്പോൾ നേരിയ തോതിൽ ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. വീൽ ചെയറിൽ സഞ്ചരിക്കാവുന്ന സ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടായത് ഈ കുടുംബത്തിന് പ്രത്യാശ നൽകുന്നു. വൻ തുക മുടക്കി തുടർ ചികിത്സ ചെയ്താൽ ശ്രീരാജിനും മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കാനാവുമെന്ന ആശ്വാസത്തിലാണ് ഈ കുടുംബം. എന്നാൽ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം ഈ നിർധന കുടുംബത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. മനുഷ്യസ്നേഹികൾ തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീരാജും അമ്മയും സഹോദരനും കഴിയുന്നത്. ചെറുപ്പത്തിലെ ജീവിതഭാരം ചുമലിലേറ്റിയ ശ്രീരാജിന് വിധി ദുരിതത്തിൻ്റെ ഭാരമാണ് നൽകിയത്. പഴയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് കാരുണ്യത്തിൻ്റെ ഉറവ് പറ്റാത്ത മനസ്സുകളുടെ സഹായം ശ്രീരാജിന് അനിവാര്യമാണ്.